ഇന്നൊരു മാങ്ങയൊക്കെ പോയി പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് സാധാരണ നമ്മളൊരു ചമ്മന്തിയും തൈരും കൂട്ടിയിട്ട് പണ്ട് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടികളാണ് നോക്കുക. അമ്മ നല്ല ചമ്മന്തിയൊക്കെ അരച്ച് തരുന്നുണ്ട്. കല്ലിലൊക്കെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. മാങ്ങയും പിന്നെ കുറച്ച് ഐറ്റംസും കൂടെ കൂട്ടി ചേർത്തിട്ടാണ് ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ വേറെ ഇടാം കേട്ടോ. പിന്നെ നല്ല ഉണക്കമീനുണ്ട് കേട്ടോ. തളമീൻ എന്നാണ് ഈ മീനിന് ഞങ്ങളുടെ ഇവിടെ പറയുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ. അധികം ഇവിടെ വരുന്ന സമയത്താണ്, വീട്ടിൽ വരുന്ന സമയത്താണ് ഉണക്കമീനൊക്കെ കഴിക്കാറുള്ളത്. ഈ ഉണക്കമീൻ ചക്കക്കൂട്ടാൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ മീനൊക്കെ വറുത്തെടുത്തു. എന്നിട്ട് പിന്നെ തൈരിലേക്ക് കാന്താരി മുളകും കുറച്ച് ഉപ്പും ചേർത്തിട്ട് കല്ലിലിട്ടിട്ട് നന്നായിട്ട് എടുക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള തൈരിൽ ഞങ്ങൾ മുളക് ചേർക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്കുള്ളതിലേക്കാണ് കേട്ടോ ഈ കാന്താരി ചേർക്കുന്നത്. കുട്ടികൾക്കാകുമ്പോൾ അത് എരിവാവില്ലേ. അപ്പോൾ അതൊക്കെ ചേർത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. ഞങ്ങൾ ചോറായിട്ടല്ല, നമ്മൾ പഴങ്കഞ്ഞി രൂപത്തിലാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ പാർന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് തൈരും കൂടി, കുറച്ച് കൂടുതൽ തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തൈര് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വയറിനൊരു തണുപ്പും കിട്ടിക്കോളും. പക്ഷേ എരിവ് അധികം കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ 2 ഉണക്കമീനും കൂടെ വെക്കുന്നുണ്ട്. അതോടൊപ്പം 2 കാന്താരി കൂടെ വെക്കുന്നുണ്ട്. അതിൽ ഒരു കാന്താരി ഉള്ളൂ കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ള, ഭയങ്കര എരിവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.